ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ഇന്ന് ഈ സൈഡിൻ്റെ പുറത്ത് കാണിക്കാൻ പോവാണ് പീച്ച് ലിംഗ ഒരു നമ്മുടെ അങ്ങനെ കറി വെക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇവിടെ നല്ല കായ്ച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കണ്ടോ, ചെറിയ സൈസല്ല, നമ്മുടെ ചെറിയ സൈസ് നമുക്ക് കാണാൻ കിട്ടും. അപ്പോൾ ഇത് വലിയ സൈസാണ്. ഞാൻ ഇതിൻ്റെ കുരു എൻ്റെ നാട്ടിനെ കൊണ്ടുപോയിട്ടാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ പറിക്കാൻ വന്നത്. ഇത് പറിച്ചിട്ട് കറി വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതാണ്. പിന്നെ എല്ലാവർക്കും മധുരം ആയിക്കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ആണെങ്കിലും നല്ല കുറച്ച് നന്നായിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചില കറി വെക്കുന്ന സംഗതിയൊക്കെ ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കാം. ഇന്ന് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വള്ളിയൊക്കെ കാണിച്ചു കൊടുക്കാനേ വന്നുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിൽ പീച്ച് ലിംഗാണ് കുറവാണ്. അപ്പോൾ ഈ പീച്ച് ലിംഗം മൂത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ അത് നല്ല അതിൻ്റെ ചകിരിയൊക്കെ നല്ല ഇത് നമ്മൾ തേച്ച് കടിക്കാനും അല്ലെങ്കിൽ കുടിക്കുമ്പോൾ നമ്മൾ തേച്ച് കുടിക്കാനും നല്ലതാണ് ഇത് സാധനം. അതുകൊണ്ട് ഉണ്ടോ, ഇത് നമ്മുടെ പീച്ച് ലിംഗ വളർന്ന് റെഡിയായിരിക്കുന്നത്. അപ്പുറത്തെ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ അധികത്തിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ രണ്ടെണ്ണം മതി. പിന്നെ ഇത് ടേസ്റ്റൊക്കെ അറിയാനാണെങ്കിൽ എൻ്റെ അടുത്താണ് ഇങ്ങോട്ട് വരിക. ഇതിൻ്റെ ടേസ്റ്റൊക്കെ തരാൻ ആക്കാൻ ഞാൻ തരാം. പിന്നെ കറിയൊക്കെ വയ്ക്കാൻ അടുത്ത വീഡിയോക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ സാധനം ഞാൻ എങ്ങനെ ആവണം, അതായത് ഇതുപോലെ വള്ളി കയറിയിട്ടാണ് ഈ പീച്ച് ലിംഗ ഉണ്ടാവുന്നത്. പീച്ച് ലിംഗ നമ്മുടെ ഈ എങ്ങനത്തെ പീച്ച് ലിംഗ വരും, കടയിൽ കിട്ടും. പക്ഷേ ഈ പീച്ച് ലിംഗ ഒന്നും കടയിൽ കിട്ടിയിട്ടില്ല. ഈ പീച്ച് ലിംഗ അത്ര കടയിൽ കുറവാണ് കിട്ടില്ല, റെഡിമെയ്ഡായിട്ട് വരണില്ല ഇത്. അതുകൊണ്ട് തന്നെ കാണിച്ചു തരാനൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഈ പീച്ച് ലിംഗ ഞാൻ ഇവിടെ എനിക്ക് അങ്ങനെ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ കുറുവൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ കായ്ക്കുവാണെങ്കിൽ പിന്നെയും കാണിക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഓക്കെ, ബൈ, സി യു.